ഉപദേശം. കേൾക്ക നീയെങ്കിൽ മൽ പൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിയ നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹോദ്യമേണമഞ്ഞിടത്തിങ്കൽ വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക്കമാമെടോ. ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിരത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യ സങ്കല്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ. ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം. പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിക നീ. മുഖ്യപ്രതിമാദികൾ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിയ നീ. അഗ്നൗയജിക്ക ഹവിസുകൊണ്ടാതരാൽ അർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സന്മുഖേ ശാന്തനായി ചെന്നിരുന്ന് ആവിർമുദാലിപിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിയൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസപ്ഞാം തടിതുജ്വലാം ഹൃൽക്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹം അഖിലം തയാ വ്യാപ്തമെന്നുറയ്ക്കണം. ഇളക്കവും കൂടാതെ ആവഹയേ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുവർക്ക വിദ്യാദ്യൈ പുനഃ സ്നാനവസ്ത്ര വിഭൂഷണൈ. എത്രയുണ്ടതുപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്ത പ്രകാരേണ നീരാജനൈർ ധൂപദീപൈർ നിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുവറിയ നീ. ഹോമം അഗസ്ത്യോക്തമാർഗപുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഹത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമിടും ചിത്തകാരിങ്കൽ നിനയ്ക്ക കുമാര നീ. ഔപാസനാഗ്നൗ ചരുണാഹ വിഷാദ സ്വപാധിന ചെയ്ക ഹോമം മഹാമതേ. തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക. ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവൽ ഹത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി. വക്രവാസൻ നാഗവല്ലി
ദത്വാമദഗ്നേ മഹാപ്രീതിപൂർവകം നൃത്തഗീതസ്തുതിപാഠാദിയും ചെയ്തു. പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധി നിധായ ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുത്വ നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മഹസിംഗലിദ്ധം ദിനമനുപൂജിക്ക. മത്സരേ ഭക്തി സംയുക്തനായുള്ള മത്യന്മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ. ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്ത് ചൊല്ലേ